ഞങ്ങൾ കുറച്ച് അധികം നാളുകളായി ഇങ്ങനെ പ്രായമായവർക്ക് വന്ന് ഇരിക്കാനും സംസാരിക്കാനും ഒന്ന് ഒത്തുകൂടാനും പറ്റിയൊരു സാഹചര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഞങ്ങൾ അവിടെയുള്ള എടാട്ട് സ്കൂളിൻ്റെ അടുത്ത്, സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൻ്റെ അടുത്ത്, അവിടെ ആ കലുങ്കമ്മ പോയിരുന്നാണ് സംസാരിക്കാറും തമാശകൾ പറയാറുണ്ട്. ഒരു 10, 15, 20 പേര് ഉണ്ടാവാറുണ്ട്. അത് കൊല്ലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 50, 55, 60 കൊല്ലത്തോളമായി അവിടെ ഇരുന്ന് തുടങ്ങിയിട്ട്. പക്ഷെ അവിടെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവിടെ മഴ വരുമ്പോൾ ഞങ്ങൾ ഓടണം, കയറിയിരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ കാലങ്ങളായി ആലോചിച്ച് ഇരുന്നപ്പോഴാണ് വികാരിയച്ഛനായിട്ട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് പള്ളിയിൽ കൂടാം, അതിന് തടസ്സമില്ല. അതിനെപ്പറ്റി അച്ഛൻ പള്ളിയിൽ സംസാരിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തു. പ്രായമായവരുടെ ഒരു 50+ ഒരു മീറ്റിംഗ് പൊതുയോഗം വിളിച്ചു. പൊതുയോഗത്തിൽ ഏതാണ്ട് 50-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10-11 പേരെ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ അവിടെ അടുത്ത ആഴ്ച മുതൽ, ഏതാണ്ട് ഈ മാസം തന്നെ, അതിൻ്റെ പൊതുയോഗം ചേർന്നു. കളിക്കാനുള്ള വോളിബോൾ, നെറ്റ്, ക്യാരംസ്, പ്ലേയിങ് കാർഡ്സ്, ചെസ്സ് ഒക്കെ വാങ്ങിക്കുകയും എല്ലാവരും പിറ്റേ ദിവസം തന്നെ അച്ഛൻ കളി ഉദ്ഘാടനം ചെയ്യുകയും എല്ലാവരും ധാരാളം പേര് വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം എല്ലാവരും അവിടെ ഇരുന്ന് മഴ പെയ്താൽ പേടിക്കണ്ട, അതിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അച്ഛനും കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും, പ്രായമായിരുന്നില്ല, എല്ലാവരും തന്നെ വരുന്നു. പ്രായം കുറഞ്ഞവരും വരുന്നുണ്ട്. എല്ലാവർക്കും വരാം, അതിൽ പങ്കുചേരാം. വളരെ സന്തോഷത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജനിച്ച കാലത്തെ പറ്റി വലിയ ഓർമ്മകളൊന്നുമില്ല, പറഞ്ഞ് കേൾവി മാത്രമേ ഉള്ളൂ. പറവൂരാണ് ജനിച്ചതെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പറവൂർ ഹോസ്പിറ്റലായിരുന്നു എന്നെ പ്രസവിച്ചത്. അന്നൊരു മഴക്കാലവും വെള്ളപ്പൊക്കത്തിൻ്റെ സമയമൊക്കെ ആയിരുന്നു. വഞ്ചിക്കാണ് കുറ്റിപ്പുഴ എന്ന് പോയത്. കുറ്റിപ്പുഴയാണ് അമ്മയുടെ വീട്. അവിടുന്ന് അമ്മ പറവൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് പ്രസവിച്ചത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം തീരെ ചെറിയ കാലത്തെ ഓർമ്മകളൊന്നും അങ്ങനെ പറയത്തക്കതായിട്ടില്ല. പിന്നെ ഇവിടെ എടാട്ട് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് LP വിദ്യാഭ്യാസം നടത്തിയത്. അതിൽ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത്. 1, 2, 3, 4 ക്ലാസ്സുകൾ അവിടെ തന്നെയായിരുന്നു. വളരെ നല്ല ഒരു സ്കൂളും അധ്യാപകരും ഒക്കെ ആയിരുന്നു. ഇന്നും ഓർക്കുന്നുണ്ട്. ജോസ് മാഷ്, കുഞ്ഞറുത് മാഷ്, സെബാസ്റ്റ്യൻ മാഷ്, അങ്ങനെ ഉർമീസ് മാഷ്, അങ്ങനെ പ്രഗത്ഭരായ അധ്യാപകരൊക്കെ അന്നുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അന്ന് ഈ സ്കൂളിൽ തന്നെയാണ് പോയിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ 4-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 5-ാം ക്ലാസ് മുതൽ കുറ്റിപ്പുഴ ക്രിസ്തുരാജ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അമ്മയുടെ വീട്ടിൽ നിന്ന് അവിടെ പോയി 5, 6, 7 ക്ലാസ്സുകൾ അവിടെ പഠിച്ചു. അതിനുശേഷം 8, 9, 10 ക്ലാസ്സുകൾ നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ കുറ്റിപ്പുഴ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ പോയി വരികയും അവിടെ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതും വളരെ പേര് കേട്ടൊരു സ്കൂളായിരുന്നു, നല്ല സ്കൂളായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോന്ന് ഇവിടെ വന്നതിന് ശേഷം ശ്രീശങ്കര കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ബാല്യകാലത്തിലെ പഠിപ്പുകളും. പിന്നെ അന്ന് സ്കൂൾ വിട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം നടക്കണം വീട്ടിലേക്ക്. പാടത്തോടാണ് നടക്കാം. പാടത്തോടെ എല്ലാവരും കൂടെ വളരെ കളിചിരിയും തമാശകളൊക്കെ പറഞ്ഞ് കൊണ്ട് പോരും. കുറേ പേരുണ്ടാവും ആ ഭാഗത്തേക്ക്. പിന്നെ അന്നത്തെ വെക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ധാരാളം പേര് വന്നുകൂടും. അമ്മയുടെ വീട്ടിൽ തന്നെ അമ്മയ്ക്ക് 5 ആങ്ങളമാരും 6 അവർ സഹോദരിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മക്കൾ വന്നു ചേരുമ്പോൾ അവർ തന്നെ കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ വളരെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെ ആണ്. കശുവണ്ടിക്കളി, കുറ്റി കോലുകളി, അങ്ങനത്തെ പലതരം കളികളൊക്കെയാണ് അന്നത്തെ ഒരു നേരം പോക്കിനുള്ളത്. അപ്പാപ്പനും ഉണ്ടായിരുന്നു അന്ന്. അപ്പാപ്പൻ ഒരു വൈദ്യനായിരുന്നു, ജോസഫ് വൈദ്യൻ. അങ്ങനെ എല്ലാവരും കൂടെ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം ഇവിടെ വന്നു. പിന്നെ ശ്രീശങ്കര കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി പിന്നെ ബോംബെക്ക് പോയി. 4-5 വർഷം അവിടെ ഉണ്ടായിരുന്നു, ജോലി ചെയ്തു. അന്ന് കോളേജിലെ പഠിപ്പിന് ശേഷം പിന്നെ വല്യമ്മയുടെ ഒരു മകൻ ഉണ്ടായിരുന്നു, പുള്ളി വഴി ബോംബെക്ക് പോയത്. ബോംബെക്ക് ഇവിടുന്ന് അന്ന് ട്രെയിൻ യാത്രയായിരുന്നു. അതിൽ വെച്ചെന്ന് ട്രെയിന് പോയി.
അതിനുശേഷം അവിടെ ബോംബെയിൽ ചെന്ന് വല്യമ്മയുടെ മകൻ്റെ കൂടെയായിരുന്നു താമസം. പുള്ളിക്ക് കപ്പലിലേക്കുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യലായിരുന്നു അന്ന് ജോലി. അപ്പോൾ അതിന് പുള്ളിക്ക് ഒരു സഹായിയായിട്ടാണ് പോയത്. അപ്പോൾ അതിൽ കപ്പലിൽ പോകണം, സാധനങ്ങൾ സപ്ലൈ ചെയ്യണം, അതിൻ്റെ വിലകൾ ഒക്കെ എഴുതി കൊടുക്കണം, കൊടുക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അത് സപ്ലൈ ചെയ്യുക. അങ്ങനെ കപ്പലിലൊക്കെ സ്ഥിരം പോയിരുന്നു. കപ്പലിൽ പോക്ക് വളരെ സന്തോഷകരമായൊരു ദിവസങ്ങളായിരുന്നു അന്ന്. കാരണം കപ്പലിൽ പോയാൽ നല്ല ഊണ് കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് അവർക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു 4-5 കൊല്ലത്തോളം ബോംബെയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ഗൾഫിൽ നിന്ന് വിസയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലായിരുന്നു ആ വിസ പാസ്സായി വന്നു. പിന്നെ ബോംബെയിൽ നിന്ന് തന്നെ ഗൾഫിലേക്ക് അബുദാബിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്ന് ഒരു 8 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 8 വർഷം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു അമ്മയുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് അധികം പ്രായമില്ലാത്ത അവസരത്തിൽ തന്നെ മരിച്ചുപോയി. ഏതാണ്ട് എനിക്കൊക്കെ ഒരു 17 വയസ്സുണ്ടായിരുന്നപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് വീട്ടിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതും. കൃഷിപ്പണികൾ പാടത്ത് ഒക്കെ അമ്മ ധാരാളം പണിക്കാരുടെ ഒപ്പം അവരുടെ കൂടെ പോയിട്ടുണ്ട്. പണി ചെയ്യിക്കാനും എന്നൊക്കെ കൊയ്ത്ത് സമയത്തൊക്കെ അമ്മയാണ് പോയി നോക്കാറും. വേറെ ഞങ്ങളൊക്കെ അന്ന് പഠിക്കാൻ പോവുക എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകും. പിന്നെ ചെറിയ പിള്ളേരാണല്ലോ. അപ്പോൾ അമ്മ പാടത്ത് പോയി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. എല്ലാം വളരെ ബുദ്ധിമുട്ടി ഞങ്ങളെ പഠിപ്പിച്ചു. ഈ നിലയിലൊക്കെ ഇപ്പോൾ എല്ലാവരും വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. അന്നൊക്കെ ഞങ്ങൾ ബോംബെയിൽ പോയിരുന്നപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നപ്പോൾ അധികം ഈ എഴുത്തുകളിൽ കൂടെയാണല്ലോ ഉണ്ടായിരുന്നത്. അന്ന് ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അന്ന് അധികം ഇൻലാൻഡിൽ തന്നെയാണ് ബോംബെയിലായിരിക്കും എഴുതുക. പിന്നെ പുറത്തായിരിക്കുമ്പോൾ അവിടേക്കും ഈ എഴുത്തുകൾ അയച്ച് 1 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ കിട്ടാനായിട്ട്. ഒരു എഴുത്തയച്ച് ഇവിടുന്ന് മറുപടി കിട്ടുമ്പോഴേക്കും 2 മാസമാവും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ആശയവിനിമയം ഉണ്ടായിരുന്നത്. പിന്നെ പിന്നീടാണ് ഫോൺ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. വെക്കേഷൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 10-30 പേരുണ്ടാവും അവിടെ. ഒരു ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാവരും കൂടെ കളിക്കുകയും കശുവണ്ടി പറിക്കലും മാങ്ങ തിന്നലും കളിയും ചക്കയും മാങ്ങയൊക്കെ ആണ് അന്നത്തെ പ്രധാന വിനോദം. അത് തീറ്റയും പറിക്കലും തല്ലുകൂടലും ഒക്കെയാണ് തോന്നുന്നത്. പിന്നെ കശുവണ്ടി പറിച്ച് അണ്ടി കളിക്കുക, കുറ്റിയും കോലും കളിക്കുക. പിന്നെ അങ്ങനെയുള്ള പിന്നെ പള്ളിപ്പോക്ക് ഒരു 1-1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അത് അങ്ങനെ പോകും. പിന്നെ വെക്കേഷനിൽ ചിലപ്പോൾ സിനിമയ്ക്ക് പോകാറുണ്ട്. സിനിമ കാണണമെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ചിലപ്പോൾ ബസ്സിന് പോകും, തിരിച്ചു വരുമ്പോൾ നടക്കേണ്ടി വരും. ചെങ്ങമനാട് പോകണം. അങ്ങനെയുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ആദ്യം നല്ല നല്ല കുടുംബ കഥകളൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് പ്രധാനമായിട്ടും അഭിനയിച്ചുകൊണ്ടിരുന്നത് സത്യൻ, ശാരദ, നസീർ, ഷീല, ജയഭാരതി അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു അന്ന് സ്ഥിരം. അവർ തന്നെയാണ് അഭിനയം. അടൂർ ബാസി, ബഹദൂർ, അവർ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വലിയ വലിയ തിയേറ്ററുകളൊന്നുമില്ല. ഓല തിയേറ്ററുകളാണ്. 1 രൂപ 2 രൂപയ്ക്കാണ് ടിക്കറ്റ് നിരക്ക്. വലിയ നിരക്കുകളൊന്നുമില്ല. ഇപ്പോൾ അന്ന് തറ ടിക്കറ്റ് ഉണ്ട്, പിന്നെ ബെഞ്ച്, പിന്നെ കസേര, പിന്നെ ബാൽക്കണി, അങ്ങനെ 4 തരത്തിലുള്ള ടിക്കറ്റായിരുന്നു. ബാൽക്കണിക്ക് 2 രൂപയോ 3 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ കസേരയ്ക്ക് ഇത്തിരി കൂടെ കുറയും, ബെഞ്ചിന് ഇത്തിരി കൂടെ കുറയും. തറയ്ക്ക് വരുമ്പോൾ 25 പൈസ 50 പൈസയൊക്കെ ആയിരുന്നു എന്നാണ് ഓർമ്മ. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. അന്ന് എന്നാലും തിയേറ്റർ നിറയെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ആളുകൾക്ക് ആകെ ഒരു വിനോദ പരിപാടിയായിട്ട് ഈ സിനിമ കാണൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ടി വിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പള്ളി അന്ന് പള്ളി പെരുന്നാളൊക്കെ ആകെ ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ പിള്ളേർ അന്ന് എവിടെ എല്ലാ പള്ളികളിലും പെരുന്നാളിനും പള്ളികളിലും നാടകമോ കഥാപ്രസംഗമോ ഗാനമേളയൊക്കെ ഉണ്ടെങ്കിൽ ഈ അടുത്ത പരിസരത്തുള്ള മിക്ക പള്ളികളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. കൈപ്ര, ചൊവ്വര, പ്രസന്നപുരം, കാലടി, അങ്കമാലിക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. എവിടെ നാടകമുണ്ടോ, എവിടെ അന്നൊക്കെ കഥാപ്രസംഗം വളരെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കഥാപ്രസംഗങ്ങൾ, ഗാനമേളകൾ അങ്ങനെ പോയിരുന്നു. പിന്നെ ശിവരാത്രി, പിന്നെ നായത്തോട്, അങ്ങനെ ഏത് പള്ളിയിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ രാത്രികളിലൊക്കെ പോകും.
കഥാപ്രസംഗം അന്ന് ജി റാവുവിൻ്റെ ഒരു കഥാപ്രസംഗം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ. അന്ന് എനിക്ക് തോന്നുന്നു അന്തോണിയച്ഛനായിരുന്നു അത് കൊണ്ടുവന്നിരുന്നത്. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു അത്. പിന്നെ സാംബശിവൻ, കെടാമംഗലം സദാനന്ദൻ, അന്ന് അവരൊക്കെയാണ് അന്ന് പേര് കേട്ട കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. അത് പലരും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഗാനമേള, നാടകങ്ങൾ, KPSCയുടെ പല നാടകങ്ങളും ഞങ്ങൾ അന്ന് അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഒരു സ്ഥിരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പോയി കണ്ടിട്ടുണ്ട്. രക്തരക്ഷസ് പോലെയുള്ള നാടകങ്ങൾ, പിന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകങ്ങളൊക്കെ പലരും ഞങ്ങൾ പോയി കാണാറുണ്ട്. നല്ല നല്ല നാടകങ്ങളായിരുന്നു അന്ന്. എന്നാൽ ഈ രാത്രിയൊക്കെ പാടത്ത് വെള്ളം തിരിക്കാന്ന് പറഞ്ഞാൽ കുറേ അകലേന്ന് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ചിലപ്പോൾ പണിക്കാരാരെങ്കിലും കൂടെ ഉണ്ടാവും. അത് പിന്നെ അവിടെ ഇരുന്ന് ആ വെള്ളം കണ്ടങ്ങളിൽ നിറഞ്ഞതിന് ശേഷം നേരം വെളുത്ത് പോയിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ അന്ന് പലരും പറഞ്ഞ് പേടിപ്പിക്കും. അന്ന് അങ്ങനെ ചാത്തന്മാർ നടക്കുന്ന സമയമാണ്, തെണ്ടന്മാരുണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങരുത്, അങ്ങനത്തെ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ പാടങ്ങളിലൊക്കെ വെളിച്ചം കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. കാര്യം ഇത് തെണ്ടനാണോ ചാത്തനാണോ എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. ചിലപ്പോൾ ആരെങ്കിലും വെള്ളം തിരിക്കാൻ നമ്മളെപ്പോലെ തന്നെ വേറെ ആരെങ്കിലും പോകണമായിരിക്കും. അപ്പോൾ ഈ കൂടെയുള്ള ഈ പണിക്കാർ ചിലപ്പോൾ പറയും അത് തെണ്ടൻ പോണതാണ്, ചാത്തൻ പോണതാണ്. അങ്ങനെയൊക്കെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കത് നേരിട്ട് കണ്ടിട്ടില്ല. പണ്ട് നമുക്ക് ധാരാളം പാടങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഇപ്പോൾ ഈ നാൽപ്പറപ്പടവ് എന്ന് പറയുന്ന പാടത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ റൺവേ പോകുന്നത്. നാൽപ്പറപ്പടവുണ്ട്, പടിപ്പേലിയുണ്ട്, പടിഞ്ഞാറപ്പാടം, പിന്നെ ഓമാന്ത്ര, പായ്ക്കേറ്റ് പാടം, അങ്ങനെ 6-8 സ്ഥലത്തോളം നമുക്ക് പാടങ്ങളുണ്ടായിരുന്നു. അന്ന് പണിക്കാരൊക്കെ സ്ഥിരം പണിക്കാരും അവർ വരവും അവരുടെ പണിക്കാരുടെ തിക്കും തിരക്കും കൊയ്ത്തും എല്ലാം കൂടെ ഒരു ബഹളം തന്നെയായിരുന്നു. എന്നാലും വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവർ എല്ലാം പകൽ കൊയ്ത്തും രാത്രി മെതിയും കാര്യങ്ങളും എല്ലാവരും എല്ലാ ദിവസവും തന്നെ വരികയും വളരെ സന്തോഷപ്രദമായ ദിവസങ്ങളായിരുന്നു അത്. അതായത് അവരുടെ വന്ന് ഒച്ചപ്പാടും ബഹളവും അവർക്ക് ഭക്ഷണം കൊടുക്കലും ആകെ ഒരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ കൃഷി ഇറക്കുന്ന സമയത്ത് ഉഴവിന് എല്ലാവരും അവരൊക്കെ വരും. പിന്നെ നടിയിൽ 10-12 പെണ്ണുങ്ങളുണ്ടാവും, 5-6 ആണുങ്ങൾ പാടത്തെ വരമ്പ് പണി, പിന്നെ കൊയ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുണ്ടായിരുന്നു. നല്ല ദിവസങ്ങൾ, നല്ല ഓർമ്മകളാണ് ഇന്നും ഉള്ളത് തന്നെ. ഇന്നിപ്പോൾ ആ പാടങ്ങളൊക്കെ പോയി ഇത് എയർപോർട്ടായി. പിന്നെ പാടങ്ങളൊക്കെ വെറുതെ കിടക്കുന്ന, കാട് പിടിച്ച് പട്ടിയും കുറുക്കനൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഇപ്പോൾ വളരെ മോശമായൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നെൽകൃഷി നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ വാഴക്കൃഷിയാണ് പിന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ പണിക്കാരുടെ കുറവും സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെ ആയി അത് കുറഞ്ഞു തുടങ്ങി. പണിക്കാൻ ആളുമില്ല, കൃഷി ഇറക്കിയാൽ അതിൻ്റേതായ തക്ക പ്രതിഫലം കിട്ടുന്നില്ല. എന്ത് ഒരു കൃഷി ചെയ്താലും നമുക്ക് വീട്ടിലേക്കുള്ള ചിലവിനുള്ള അരിക്കുള്ളത് കഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും അത് വിൽക്കാറ പതിവ്. എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഏക വരുമാനം കൃഷിയാണല്ലോ. കൃഷി അന്ന് ഈ വയ്ക്കലും നെല്ലും വിറ്റ് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അടുത്ത കൃഷി വരെയുള്ള കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇതുപോലെ തെങ്ങ് കൃഷി അന്ന് അത്ര ഇല്ല. അന്നത്ര ജോലി സാധ്യതകളും ഇല്ല, ജോലിക്കാരും ഇല്ല. എന്നാൽ തന്നെ അന്ന് വളരെ സമാധാനവും സന്തോഷമൊക്കെ ഉള്ളൊരു അവസരങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും എല്ലാ വിദേശങ്ങളിലൊക്കെയാണ്. മിക്ക വീടുകളിലും 10-60 വയസ്സായവരൊക്കെ തന്നെയുള്ളൂ. വളരെ ചുരുക്കം വീടുകളിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പൊതുവെ ഇപ്പോൾ ഞങ്ങൾ അവിടെ കൂടുമ്പോൾ തന്നെ പറയാറ് എല്ലാ വീടുകളിലെയും ഈ അവസ്ഥ വളരെ ഇപ്പോൾ ഇവിടെ നമ്മുടെ എടാട് ഗ്രാമത്തിൽ തന്നെ ഏതാണ്ട് ഒരു 40-50% വീടുകളിലും ഈ 10-60 വയസ്സായ കാരണന്മാർ മാത്രമേ ഉള്ളൂ. ബാക്കി വീടുകളിൽ 1-2 ആളൊക്കെ ഉണ്ടാവും. ഒരു ആസ്പത്രി കേസ് വന്നാൽ തന്നെ ഒരു ആസ്പത്രിയിൽ പോകണമെങ്കിൽ തന്നെ ആളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ പലരും അതിനെപ്പറ്റി ചിന്തിക്കാറും. ഇന്നിപ്പോൾ ധാരാളം വൃദ്ധസാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോകേണ്ടതെന്ന് പലരും ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പകൽ സമയത്ത് ഒരു അസുഖം ഉണ്ടായാൽ തന്നെ പോകാനാളില്ല. പിന്നെ രാത്രിയിലെ കാര്യം പറയാനില്ലല്ലോ. യാത്രാ സൗകര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ബസ് യാത്രയാണല്ലോ പ്രധാനമായിട്ടും. ബസ് യാത്ര ഇവിടുന്ന് ചൊവ്വര വരെയായിരുന്നു. ചൊവ്വര ഫെറി ആയിരുന്നു അന്ന്.
ചുവര വരെ കാലടിയിൽ നിന്ന് ബസ്സുകൾ വരും, ചുവര ഇറക്കും, പിന്നെ ആ ബസ് തിരിച്ചു പോകും. അന്ന് പഴയ കാലത്ത് 4-5 ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ചുവര റെയിൽവേ ഗേറ്റ് വന്ന് ആലുവയ്ക്കുള്ള ബസ് സർവീസ് തുടങ്ങി. അങ്ങനെ ആലുവയ്ക്കും പിന്നീട് വാഹനങ്ങളൊക്കെ കൂടുതലായി, റോഡുകൾ കൂടുതലായി, അങ്ങനെ വന്നു തുടങ്ങി. പിന്നെ അതിനൊക്കെ ശേഷമാണ് 2000-ൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ എയർപോർട്ട് വന്നത്. എയർപോർട്ട് വന്ന് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ എയർപോർട്ടിന് വേണ്ടി എടുത്തുപോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ഥലത്തേക്കൂടെയാണ് ഈ ഫ്ലൈറ്റ് ഓടുന്നത് തന്നെ. ഞങ്ങൾ അപ്പച്ചൻ്റെ ഒക്കെ ചേട്ടനനിയന്മാർക്ക് എല്ലാവർക്കും അവിടെ സ്ഥലങ്ങളുണ്ടായിരുന്നു, അപ്പാപ്പൻ്റെ വക സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കൂടെയാണ് ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഈ പ്ലെയിനൊക്കെ ഓടുന്നത്. അതിപ്പോൾ ഏതാണ്ട് ഒരു 30 കൊല്ലത്തോളമായി. കാര്യം അങ്ങനെ വിമാനത്താവളമൊക്കെ വന്നെങ്കിലും ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഒരു പിൻഭാഗമായതുകൊണ്ട് വിചാരിച്ചത്ര കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് വല്ലപ്പോഴും അകലേക്കൊക്കെ പോകണമെങ്കിൽ, മക്കളുടെ അടുത്തൊക്കെ പോകണമെങ്കിൽ ഇവിടം വരെ പോയാൽ മതി. അതൊരു സൗകര്യം തന്നെയാണ്. കൂടുതലും ഇതിനൊരു വികസനം വന്നത് അങ്ങ് നെടുമ്പാശ്ശേരി ഭാഗത്താണ് കൂടുതൽ ഇത് വന്നത്. ഇപ്പോൾ വേറെ പല റോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ കുറേ കൂടെ നല്ലതായി തീരും എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയൊക്കെ തന്നെ ഇരിക്കണം. പണ്ടത്തെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അന്നും ഈ കൈപ്ര ഏതാണ്ടിൻ്റെ അടുത്തുള്ള ഈ വില്ലേജ്, ശ്രീമംഗലം വില്ലേജാണ്, അല്ല പഞ്ചായത്തിൽ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അന്നും തന്നെ ഉണ്ട്. കൈപ്രയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, സ്കൂള്, പള്ളി, അമ്പലങ്ങൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ ശ്രീമൂലപുരം പഞ്ചായത്ത്. അന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ കൈപ്ര ആസ്പത്രിയിലാണ് പോകാറ്. അവിടെ പോയ സാധാരണ എല്ലാവർക്കും കിട്ടാതെ ഒരു കുപ്പി മരുന്നുണ്ട്, അത് ഒരു ചുവന്ന കളറിലുള്ളത്. അത് കുടിച്ചാണ് എല്ലാവരും അന്ന് ഒരുവിധം അസുഖങ്ങളൊക്കെ അത് കഴിച്ചാൽ മാറാറുമുണ്ട്. അങ്ങനത്തെ ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു അന്ന്. ഹോസ്പിറ്റലിൽ പോക്കൊക്കെ വളരെ കുറവാണല്ലോ. ഇന്നത്തെ പോലെ ഒരു പല്ലുവേദന അല്ലെങ്കിൽ തലവേദന വരുമ്പോഴേക്കും ആസ്പത്രി പോക്കൊന്നുമില്ല. അന്ന് താനേ വരും, താനേ പോകും, അങ്ങനത്തെ സമയമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഇവിടെ തന്നെ എത്ര ആസ്പത്രികളാണ്. ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അന്ന് മിക്ക വീടുകളിലും തന്നെ വീടുകളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടുള്ള അരി കൊയ്ത്ത് കഴിഞ്ഞാൽ മിക്ക വീടുകളിലും കൃഷിയുണ്ട്. കൃഷിയില്ലാത്ത വീടുകൾ ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ എല്ലാ വീടുകളിലും എന്തെങ്കിലും കൂർക്ക, അച്ചിങ്ങ, കായ, ചേമ്പ്, അങ്ങനെയുള്ള പച്ചക്കറികളുണ്ട്. അതുകൊണ്ടുള്ള കറികളായിരുന്നു അന്ന് മിക്കപ്പോഴും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങുക, ആ ഒരു രീതിയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എല്ലാ ദിവസവും ഇറച്ചിയും മീൻ എന്നുള്ളൊരു കാലഘട്ടത്തിലായി. ഇന്നും ഇപ്പോൾ പച്ചക്കറി ഇല്ലയെന്ന് തന്നെ പറയാം. ആരും ചെയ്യുന്നില്ല, ആർക്കും കിട്ടുന്നുമില്ല. എല്ലാം കടയിൽ പോയി വാങ്ങുക, കഴിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഇന്നിപ്പോൾ എല്ലാം റെഡിമെയ്ഡ് ഭക്ഷണമല്ലേ. പിള്ളേർക്കൊക്കെ ഇഷ്ടം വീടുകളിൽ വയ്ക്കുന്ന ഭക്ഷണമൊന്നും ആരും കഴിക്കില്ല. ഇന്നിപ്പോൾ മന്തി, ബിരിയാണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. ഇന്നിപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് തന്നെ ഒരു കൃത്യത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു സമയവും കാലവും ഇല്ലാത്തൊരു മഴക്കാലവും വേനൽക്കാലവും ഒക്കെയാണ്. അന്ന് ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ കൃത്യമായ ജൂൺ 1-ന് തന്നെ മഴ പെയ്യും. ഇടവപ്പാതിക്ക് തന്നെ മഴ ഉണ്ടായിരുന്നു. നല്ല മഴ ദിവസങ്ങൾ 2 ആഴ്ചകളൊക്കെ മഴ നീണ്ടു നിൽക്കുമായിരുന്നു. ഇന്നിപ്പോൾ ജൂണിൽ മഴയില്ല, ജൂലൈയിൽ മഴയില്ല, ചിലപ്പോൾ ആഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെയാണ് മഴ പെയ്യുന്നത്. അങ്ങനെ കാലാവസ്ഥയിൽ തന്നെ വല്ലാത്തൊരു മാറ്റങ്ങളും. ചൂടാണെങ്കിൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ പണ്ടത്തെക്കാളൊക്കെ 4-5 ഡിഗ്രിയൊക്കെ കൂടുതൽ ചൂട്. മനുഷ്യന് സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ് ഇപ്പോൾ പ്രകൃതിയിലുള്ളത്. അത് തന്നെ ഇപ്പോൾ വലിയ ഒരു പ്രശ്നങ്ങളുള്ള കാര്യമാണ്. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും അതുപോലെ പണിക്കാർക്കൊക്കെ പാടങ്ങളിൽ കൃഷി ചെയ്യാനും ഒക്കെ ഇപ്പോഴത്തെ ഈ ചൂട് വല്ലാത്തൊരു ചൂടായിട്ട് പറയുന്നുണ്ട്. മഴയും അതുപോലെ മഴ വീണ് പോകണം, അല്ലാണ്ട് അതിന് കാര്യമായൊരു ഉപയോഗക്രമങ്ങളില്ല. പിന്നെ കൃഷിയില്ല, ആരും കൃഷി ചെയ്യുന്നില്ല, വെള്ളം തിരിയില്ല. പണ്ടൊക്കെ വെള്ളം തിരിയെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പണിയായിരുന്നു. പാടത്തൊക്കെ കൃഷി ചെയ്താൽ അത് മുടങ്ങാണ്ട് പോയി വെള്ളം തിരിക്കണം. ഞങ്ങളൊക്കെ തന്നെയാണ് പോയി തിരിച്ചുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ. പ്രളയത്തിൻ്റെ ഓർമ്മ, പ്രളയം ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഓസ്ട്രേലിയയിലായിരുന്നു, മകളുടെ അടുത്ത് പോയേക്കായിരുന്നു. അത് കാരണം പ്രളയം നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇവിടെ വീട്ടിലൊക്കെ അന്ന് ഏകദേശം ഒരാൾ പൊക്കത്തിൽ, സ്വിച്ചിൻ്റെ പൊക്കത്തിൽ വരെ വെള്ളം കയറിയായിരുന്നു. ഇവിടെയൊക്കെ വളരെ പൊക്കത്തിൽ തന്നെ വെള്ളം വന്നു. എല്ലാവർക്കും വളരെ പേടിയും കാര്യങ്ങളും, എല്ലാവരും ഇടത്തുനിന്ന് തന്നെ ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു അന്ന്.
എല്ലാവരും കൂളിക്കര വല്യപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയായിരുന്നു അന്ന് താമസമൊക്കെ. അവിടെ 10-30 പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പുറത്തായിരുന്നെങ്കിലും ഇവിടത്തേക്കാൾ കൂടുതൽ കാര്യങ്ങളന്ന് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്നത് പുറത്തുള്ളവരാണ്. എന്നുവെച്ചാൽ ഇവിടെ അന്ന് കറണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അവിടെ ടി വിയിൽ നമുക്ക് അപ്പാപ്പം നടക്കുന്ന സംഭവങ്ങൾ അപ്പം തന്നെ ഡാം തുറക്കുന്നത്, വെള്ളം പൊങ്ങണത്, വെള്ളം തുറന്നു വിടുമ്പോഴുള്ള കാഴ്ചകളും അപ്പാപ്പമുള്ള വാർത്തകളൊക്കെ അധികം വൈകാണ്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ നേരിട്ട് ബന്ധപ്പെടാൻ ഫോണോ കാര്യങ്ങളോ ഒന്നും ആരുടെയിലും ഇല്ല. ഫോൺ ചാർജ് ചെയ്യാൻ കറണ്ടില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു അന്ന്. പിന്നെ ഇപ്പം ടി വിയിലിങ്ങനെ എപ്പോഴും വാർത്ത കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ട് വളരെ വിഷമിച്ച അന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 4 ദിവസമല്ല, ഒരു 6-7 ദിവസത്തോളം തന്നെ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഫോണില്ലല്ലോ, ഫോൺ ചാർജ് ചെയ്യാൻ കറണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു. പിന്നെ 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് ഫോൺ പിന്നെ ഇതായി ശരിയായി തുടങ്ങിയത്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ എല്ലാവർക്കും ഉള്ള പോലെ ഒരു ഏകാന്തത അനുഭവപ്പെട്ടു തുടങ്ങിയ ഒരു സമയം. എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഒരു വീട്ടിലും ആളില്ല. ഇപ്പോൾ ഒരു ആസ്പത്രിയിൽ പോകേണ്ട കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും യാത്രകളൊക്കെ പഴയ പോലെ ഒന്നും നടത്താൻ പറ്റിയൊരു അവസരമല്ല ഇപ്പോൾ. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാൻ ചെന്നാൽ അവിടെ അവർക്കും തിരക്കാണ്, കാര്യങ്ങളാണ്, എല്ലാമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ 40-50% വീടുകളിലും ഈ അവസ്ഥയുണ്ട്.